അസ്സലാമലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ കല്യാണത്തിനും പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് പത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തി, പൂരി എല്ലാറ്റിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെജ് കുറുമ ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിനാണ് വെച്ചിട്ടുള്ളത്. പെട്ടെന്ന് വെളുത്തുള്ളി എല്ലാം കരിഞ്ഞു വന്നിട്ട് ഒന്ന് വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു വലിയ ഉള്ളി ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് ബ്രൗൺ ആവാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു കറുപ്പയും ചെറിയ കഷ്ണം കറാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇത് ഒരു വലിയ ക്യാരറ്റ് ചെറുതായി മുറിച്ചതാണ്. ഒരു 5 ബീൻസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ച്. ഇത് ഉരുളക്കിഴങ്ങ് ആദ്യം മുറിക്കുന്നെങ്കിൽ നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ കറുപ്പടിക്കും. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി മുറിച്ചിട്ട് 3 വലിയ പച്ചമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മസാല ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ള കളറാണ് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്യാം. അഞ്ച് മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് വേവിക്കാം. തുറന്നിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ വയ്ക്കാം. ഒക്കെ എല്ലാം നല്ല മസാലയൊക്കെ പച്ചക്കറിക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഞാൻ ഒരു മുറി തേങ്ങ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടാണ് ഉള്ളത്. നമുക്ക് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാർക്കറ്റിൽ തേങ്ങാപ്പാൽ വാങ്ങാൻ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന്. ഒരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഉപ്പൊക്കെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 3 പച്ചമുളക് വലിയ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിന് എന്നാലും എരിവൊക്കെ കണക്ക് തന്നെയാണ്. കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു
ഏകദേശം നല്ല കട്ടിയിലാണ്. ഇത് ദോശൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ്. സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.